ഫുള്ള് എന്താ പറയുക എക്കാച്ചക്ക പണികളായിപ്പോയി. കെട്ടിത്തിരിച്ചിലായിപ്പോയി. ഇവിടെയൊക്കെ ഞങ്ങൾ ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ കുറച്ച് ഉയരട്ട് റെഡിയാക്കാനൊക്കെ ബുദ്ധിമുട്ടായി. പിന്നെ ഒരു വരെയൊക്കെ മാർക്ക് ചെയ്ത് അളവ് വെച്ചൊക്കെ വെക്കുമ്പോഴേ ടൈം അങ്ങനെ പോകും. ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിയിൽ ചെയ്ത് അതേ ലെവലിൽ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേ ഏകദേശം അടിയത്തെ അത്ര നല്ല കല്ലല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ. ഹായ് നമസ്കാരം. അപ്പം ഇന്ന് ഞങ്ങൾ പണി തുടങ്ങി കേട്ടോ. ഇന്നലെ ഞങ്ങൾ ഫുള്ള് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് പടവ് തുടങ്ങാൻ വേണ്ടി നമ്മളെ എല്ലാവരും വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ബണ്ടുണ്ടല്ലോ, ഈ ബണ്ടൊക്കെ പൊട്ടിച്ച് വൃത്തിയാക്കലാണ് ഫസ്റ്റ് നടക്കുന്നത്. കല്ലൊക്കെ ഇങ്ങനെ കയറ്റി വരേണ്ടത്. നമ്മളെ റാമ്പും കൂടെ അതാ 3 ആൾ വരിക്കനെ കയറ്റണ്ട കേട്ടോ കല്ല്. ഭായി സംഭവം സൂപ്പറല്ലേ, ബുദ്ധിമുട്ടില്ലല്ലോ. ഇതാ നമ്മുടെ റാമ്പും കൂടെ ഫുള്ള് കയറ്റി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു കുറച്ച് മോശപ്പെട്ട കല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ, ചേടിക്കുത്തുള്ള കല്ല്, അതാണ് ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഈ ഒരു ബാക്ക് ഭാഗത്തൊക്കെ അത് വെക്കാനാണ് തീരുമാനം. അതായത് നമ്മൾ ഗ്രൂ വരുന്ന ഭാഗത്ത് മുൻഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു നല്ല കല്ല്, അതാ ആ കാണുന്ന കല്ല്, അവിടെ ഇറക്കിയിട്ടുള്ള കല്ലെടുക്കാം. ഇവിടേക്കൊക്കെ ഈ ഒരു കല്ലെടുക്കാനാണ് തീരുമാനം. ഓക്കെ. ഇപ്പോൾ ഡ്രമ്മ് വെള്ളം നിറച്ച് രാവിലെ തന്നെ ഫുള്ള് നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. കട്ടറൊക്കെ മുകളിൽ കയറ്റിയിട്ടുണ്ട്. ഒരു ചാക്കിന് മസാല മറിച്ചിട്ടുണ്ട്. 26 ചട്ടി ഒരു ചാക്കിന്. അപ്പോൾ രാവിലെ തന്നെ കൃഷ്ണേട്ടനൊക്കെ ഇവിടെ വൃത്തിയാക്കണ പരിപാടി കേട്ടോ. നമുക്ക് ഇവിടെ നിന്നാണ് വെച്ച് തുടങ്ങും കേട്ടോ. റെഡി. വേറെ കറക്റ്റ്. അപ്പോളേ ഞങ്ങളിതാ ആ മൂലക്കിലൊരു കല്ല് വെച്ചിട്ടേ നേരെ ഇട്ട് നൂലെട്ടിന്. അതുപോലെ തന്നെ അവിടെ ഒരു കല്ല് വെച്ചിട്ട് ആ നൂല് കെട്ടി തിരിച്ചിന് കേട്ടോ. കറക്റ്റ് വാട്ടർ ലെവലാക്കിന്. ഈ ഒരു കല്ലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കല്ല് 20 കേട്ടോ സംഭവം ഹൈറ്റ്. എല്ലാ കല്ലും 20 വരുന്നത്. നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ ഒരേ ഹൈറ്റ് കിട്ടുന്ന കല്ല് തന്നെയാണ്. കല്ലിനൊരു കുറ്റം വരാനില്ല. അത് വീതിക്കാനാണ്. വീതിയും ഹൈറ്റും 20 വരുന്ന കല്ലുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. മൊത്തമായിട്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഹൈറ്റൊക്കെ നല്ല ക്ലിയറാണ്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് അടവിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ചേടിക്കുത്തിതാ ചെടീൻ്റെ ഇതുപോലത്തെ കുഴികളുണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മളിത് മുന്നോട്ട് വെക്കാത്തത് കേട്ടോ. ഇത് നമ്മളെ ഗ്രൂപ്പ് പടവാകുമ്പോൾ, തേക്കാത്ത പടവാകുമ്പോൾ ഈ ഒരു സംഭവം പ്രശ്നമാണ്, മുഷ്കിലാണ്. അതുകൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യണേ ഇത് ചെയ്യാത്തത്. സൈസൊക്കെ കറക്റ്റാണ്. കംപ്ലീറ്റ് കല്ല് 20 കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. കറക്റ്റ് 20 കിട്ടുന്നത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ വീതിക്കാനുള്ള കല്ലാണ് വെക്കണത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് എന്തായാലും ഗ്രൂ വരുന്നില്ല. ഈ ഒരു മൂല ഒന്ന് നമ്മൾ മട്ടം റെഡിയാക്കി എടുക്കട്ടോ. എന്തായാലും നമ്മൾ പടവ് തുടങ്ങുന്ന സമയത്ത് മട്ടം റെഡിയാക്കിയാലേ അത് ശരിയാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു ഭാഗം നമ്മൾ 90 വെക്കണ്ടേ. 1.20 ഒരു ചെക്ക് ചെയ്യണം നല്ലതാണ്. എപ്പോഴും നമ്മൾ പടവ് തുടങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു മൂല നമ്മൾ മട്ടം തിരിക്കുന്നത് നല്ലതാണ്. 1.50 കിട്ടേണ്ടത്. കറക്റ്റല്ലേ കൃഷ്ണേട്ടാ? അവിടെ ഇവിടെയും വളരെ കറക്റ്റാണ്. 1.50 1.50 കിട്ടുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മട്ടം റെഡി ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ പടം തുടങ്ങുന്ന സമയത്ത് ഈ ഒരു കല്ല് വെച്ച്, അതേപോലെ തന്നെ അവിടെ ഒരു കല്ല് വെച്ച് ഈ ഒരു കോർണറിൽ നൂല് കെട്ടി ഈ ഒരു വാട്ടർ ലെവൽ അങ്ങോട്ടും വാട്ടർ ലെവൽ കൊണ്ടുപോയി ഇവിടെ മട്ടം നിർത്തി. ഇനി അടിയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് സിമെൻറ്റ് പൊടി ഇടുക, ഈ ഒരു വരി മൊത്തമായിട്ട് പെടുക്കുക. ബാക്കി അളവ് റൂമിൻ്റെ അളവൊക്കെ ഇവിടെ നിന്ന് പിടിക്കുക. റൂമിൻ്റെ അളവ് പറയുമ്പോൾ ഇവിടെയാണ് അടിയിൽ കെട്ട് വരുന്നത് കേട്ടോ. ഈ നേരെയാണ് നമ്മൾ അടിയിൽ കെട്ട് വരുന്നത്. ഇതിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ഒരു ചുമര് വരിക. അപ്പോൾ ആ അളവ് അവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റാക്കി കൊണ്ടുവരിക. ആ ഒരു അവിടുത്തെ അതേ അളവ് തന്നെ ഇവിടെയും വെക്കുന്നുണ്ട്. ഈ ഒരു ചുമര് ഇട്ടുക. അതുപോലെ തന്നെ ഇവിടെ ആണ് ഇതിൻ്റെ കെട്ട് വരുന്നത്. ഇവിടെ ഒരു ബാത്റൂം ഇതൊക്കെ വരുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു കെട്ട് ഇവിടെ വരിക. അതിൻ്റെ ശരിക്കും ഡോറ് ഇത് വരുന്നിട്ട് ഇവിടെയാണ് ഇതിൻ്റെ ഇവിടെയാണ് ഡോർ വരിക കേട്ടോ. ഈ ഒരു റൂമിൽ നിന്നുള്ളൊരു ബാത്റൂമാണ്. ഇതിൻ്റെ മെയിൻ ഡോർ വരുന്നത് ഇവിടെയാണ്. 1 മീറ്ററിൻ്റെ ഡോറാണ് ഇവിടെ വരിക. അപ്പോൾ ഈ ഒരു കെട്ട് ഇതുപോലെ ഇങ്ങനെ വരും. ഇവിടെയും ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഒരു കെട്ട് വരും. അപ്പോൾ ഈ റൂം സെറ്റാവും. അതുപോലെ തന്നെ അതിൻ്റെ അളവ് പിടിച്ചിട്ട് അതേ അളവ് നമ്മൾ വെക്കുക. അത് അത്ര തന്നെയുള്ള പരിപാടി. പിന്നെ ആ ഒരു പുറമ്പോക്കെ അങ്ങനെ കെട്ടി ഇങ്ങനെ പോവുക. ആ ഒരു ഇതാ അവിടെ നമ്മൾക്ക് ഉയരട്ടിട്ട് ചെയ്യാനുള്ളതാണ്. മൊത്തമായിട്ട് ഉയരട്ടിട്ട് അതേപോലെ മേപ്പിട്ട് കിട്ടുക. ഈ ഒരു നടുഭാഗത്ത് ഇവിടെ നമുക്ക് ചെയ്യാനൊന്നുമില്ല. ഇവിടെ ഈ പില്ലർ നേരെ പൊന്തിയിട്ട് മുകളിൽ നമ്മൾ വാർക്കാനുള്ളതാണ്. ആ രീതിയിൽ നമുക്ക് കാര്യമായിട്ട് ഈ ഒരു പുറംഭാഗമാണ് ഈ കെട്ടാനുള്ളത്. പിന്നെ ഈ 2 റൂം ഇരിക്കാനും, പിന്നെ ഇവിടെ വേറൊരു വെറൈറ്റി സംഭവം വരാനുള്ളത്. അതിൻ്റെ പ്ലാനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. ഒരു റൗണ്ട് വരണം. നമ്മളെ റൗണ്ട് റിങ് ഉണ്ടല്ലോ, റിങ്ങൊക്കെ വെക്കാനുള്ളൊരു പരിപാടി. അവിടെ കോണി സ്റ്റെയറിൻ്റെ ഏരിയ ആയിട്ടാണ് വരുന്നത്. അവിടെ റൗണ്ടൊക്കെ വെക്കാനുള്ളൊരു പരിപാടിയാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ തുടങ്ങുന്നുണ്ട്. ഇനി അടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. കപ്പിനാ സിമെൻറ്റ് ഇങ്ങോട്ട് കയറ്റേണ്ട ബായ് കുറച്ച് സിമെൻറ്റ് കയറ്റണേ. അതിലിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ കല്ല് വെക്കാൻ പോകണം. അതിൻ്റെ മുന്നായിട്ടേ ഇവിടെ ആച്ചിൽ പറയുന്ന സംഭവമാണിത്. ഇവിടെ കൃഷ്ണേട്ടൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടേക്ക് ഒരു ആച്ചിലും കൂടി വെക്കട്ടോ. അപ്പോൾ ആച്ചിൽ വെക്കാൻ അറിയുമ്പോഴേ ഇതാ സംഭവം അങ്ങനെയാണ് ഇത് വെക്കൽ. ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ വെക്കും. ഇവിടെ ഒരു കല്ല് ഇതിൻ്റെ മുകളിൽ എടുത്തേക്കും. അപ്പോൾ എന്താ ഈ ഒരു കല്ലിൻ്റെ മുകൾ ഭാഗം ഈ ഒരു കോർണർ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വെക്കണത് കേട്ടോ. അപ്പോൾ ഒന്ന് ഇതാണ് ഞങ്ങൾ ചെയ്തിട്ടോ. ഈ ഒരു സൈഡ് ഫുള്ള് എന്താ പറയുക എക്കാച്ചക്ക പണികളായിപ്പോയി, കെട്ടിത്തിരിച്ചിലായിപ്പോയി. ഇവിടെയൊക്കെ ഞങ്ങൾ ഇതാ റെഡിയാക്കിയിട്ടുണ്ട്. അവിടെ കുറച്ച് ഉയരട്ട് റെഡിയാക്കാനൊക്കെ ബുദ്ധിമുട്ടായി.
പിന്നെ ഒരു വരെയൊക്കെ മാർക്ക് ചെയ്ത് അളവ് വെച്ചൊക്കെ വെക്കുമ്പോഴേ ടൈം അങ്ങനെ പോകും. രാജേഷ് ഭായി ഇതാ ലാസ്റ്റ് കുറച്ച് സിമെൻറ്റ് ഉണ്ട്, അത് തീർക്കുകയാണ്. ഇതാ കുറച്ച് അതോടെ ഗ്യാപ്പിൽ ഇങ്ങനെ അടച്ച് തീർക്കുകയാണ്. അതാണ് ഇപ്പോൾ ഈ ഒരു സൈഡ് ഒറ്റവര് വെച്ച് കഴിഞ്ഞ് ഇനി നാളെ ഇവിടെ കുറച്ച് വെക്കാണ്ട്. ഓക്കെ, ഇവിടെ കല്ല് പൊളിച്ച് വെക്കാണ് കേട്ടോ. മൊത്തം ഈ ഒരു ബീഡിങ് ഇതായി കോൺക്രീറ്റ് ഇട്ട ഈ ഒരു ഹൈറ്റിൽ നാളെ കല്ല് പൊളിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് നാളെ ഫുള്ളായിട്ട് ഇവിടെ കല്ല് മൊത്തം പൊളിച്ച് ആ ലെവൽ വരെ വെക്കണം. ഇങ്ങോട്ടൊരു ചിമ്മിനി വരാണ്ട്, ചിമ്മിനി 1:40 ഹൈറ്റാക്കി വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ പണി ഇവിടെ സമാപ്ത ഹുവ. ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. ഈ ഒരു കെട്ട് കുറച്ചുകൊണ്ട് പൊന്നിന് 4 വരെ വെച്ചിട്ടുണ്ട്, 4-5 വരെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ വേരൊക്കെ കെട്ടി വെക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അടിയിലൊരു വരിയൊക്കെ കുറച്ച് റിസ്ക് ഉണ്ടേനി. ബാക്കി ഇങ്ങനെ വെച്ച് വരണുണ്ട്. ഇന്നത്തെ പണി കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് ഷർട്ടൊക്കെ ഡ്രസ്സൊക്കെ മാറ്റാനുള്ള പരിപാടിയിലാണ്. നമ്മളെ ഭായിമാരൊക്കെ ക്ഷീണിച്ച്. നല്ല കനമുള്ള കല്ല്, ഭയങ്കര കനം എന്ന് പറഞ്ഞാൽ ഭയങ്കര കനം, നല്ല വെയിലും. അതുകൊണ്ട് ഭായി ക്ഷീണിച്ചോ? പരവശാനോക. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് കുമ്മായ നമ്മളെ രാജേഷ് ഭായി അവിടെ തീർക്കുന്നുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഇങ്ങനെ തന്നെ അടിയത്തെ അതേ പ്ലാൻ തന്നെ മുകളിൽ, വേറെ പ്രത്യേകിച്ച് ഇതിലിപ്പോൾ ഒന്നും ഇല്ല. അതേപോലെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, എടുക്കും. ഓക്കെ, അവിടെ ചിമ്മിനാണ്. ചിമ്മിനിക്ക് വേണ്ടിയിട്ട് പുക പോകാൻ വേണ്ടി ഒഴിവൊക്കെ ഇട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഹൈറ്റ് ആയിട്ടുണ്ട്. നാളെ വന്നിട്ട് ചിമ്മിനി വാർക്കും. പിന്നെ വേറൊരു സംഭവം തന്നെ, അവിടെ ഒരു ബേവിൻ്റെക്ക് ഞങ്ങൾ വാർത്തിൻ്റെ, അത് കാണിച്ചു തരാം. ഇവിടെ ഒരു വിൻഡോ, താഴത്തെ മോഡലല്ല കേട്ടോ, ഇവിടെ ഒരു ബേ വിൻഡോ വെക്കാനുള്ളൊരു പരിപാടി ഉണ്ട്. അതായത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് വിൻഡോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ലാബ് ഇന്നലെ മിഞ്ഞാന്ന് വാർത്തുണ്ട്. ഞങ്ങൾ ഇന്ന് അതിൻ്റെ മുകളിലേക്ക് കെട്ടിയതാണ്, ഈ ഒരു ലെവലിൽ കെട്ടിന് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ജനൽ പുറത്തേക്കാണ് വരിക. അപ്പോൾ ഒരു ടാപ്പ് ഇതവിടെ എടുക്കാൻ മറന്നു നടക്കുന്നുണ്ട്. നമുക്കെടുത്ത് താഴത്തേക്ക് പോവാം. ഇതാണ് കല്ലിൻ്റെ സ്ഥിതി. കല്ല് കുറേ മോശം കേട്ടോ. നമ്മൾ തെരഞ്ഞ് പടുക്കാണ്. ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന പഴയ കല്ലുകൾ മൊത്തമായിട്ടുണ്ട് കയറ്റിക്കൊണ്ടേ. പല കോറിയിലുള്ള പല സൈസ് കല്ലുകളാണ്. അപ്പോൾ അതൊക്കെ ഹൈറ്റൊക്കെ നോക്കി സെറ്റാക്കിയിട്ടാണ് പടവേണത്. കുറച്ച് റിസ്ക് ഉണ്ട്. ഇതാ ഈ ഒരു ചെമ്മരിൻ്റെ ഉൾഭാഗം കേട്ടോ ഗുരു വരുന്നത്. അപ്പം അവിടെയൊക്കെ ഞങ്ങൾ പുറത്തേക്ക് ഗുരുവാക്കി പടുത്ത് ഇവിടെ ഉള്ളിലേക്ക് ആക്കാനുള്ളതാണ്, അവിടെ പുറത്തേക്ക് ആക്കാനുള്ളതാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സെറ്റ്. ഇവിടെ ഒരു വിൻഡോ വരാണ്ട് ഇവിടെ ചെറിയൊരു ചുമരേ വരുള്ളൂ, പിന്നെ ഒരു വാതിലാണ്. അവിടെയൊക്കെ താഴത്ത് അതേപോലെ തന്നെ വലിയ ജനൽ, വലിയ ഒഴിവ്. ഒരു ലോഡ്, ഈ ഒരു ലോഡ് കുറച്ച് നമ്മളെ ചേടിക്കല്ലായിപ്പോയി, അതാണ് പ്രശ്നം. അപ്പോൾ ഈ കല്ല് ഞങ്ങളിവിടെ റിട്ടേൺ പോകാനുള്ള കേട്ടോ, അതിന് വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ല സൈസുള്ള അടിപൊളി നല്ല പെട്ടിക്കല്ലാണ്, കോൺകുത്തില്ലാത്ത നല്ല കല്ലാണ്. പക്ഷേ എന്താ ചെയ്യുക, നമുക്ക് ഈ ഒരു പരിപാടിക്ക് പറ്റില്ല. ഈ ഒരു പരിപാടിക്ക് പറയുമ്പോൾ ഈ ഒരു പാറയാണ് ഇതിൻ്റെ ബെസ്റ്റ്. അതായത് മേപ്പാറ, ഇതുപോലത്തെ മേപ്പാറയാകുമ്പോൾ ഇത് പോളിഷൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത്, കഴുകി റെഡിയാക്കുന്ന സമയത്ത് ഈ ഒരു കല്ലാകുമ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ മണ്ണിളക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കല്ല്, ഇത് ഇന്നലെ മിഞ്ഞാന്ന് വന്ന കല്ല്. ഇത് നല്ല പാറയാണ്, അടിപൊളി പാറയാണ്. ഇത് കഴുകിയപ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ട് കാണാൻ. പക്ഷേ എന്താ വെച്ചാൽ ഫുള്ള് പൊട്ടിയത്, ഇതാ മുക്കും മൂലയൊക്കെ പൊട്ടിയുണ്ടല്ലേ. നമ്മുടെ പരിപാടിക്ക് പറ്റില്ല. നമുക്ക് പറഞ്ഞാൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി കല്ല് കിട്ടണം കേട്ടോ, നല്ല ഈ ഒരു പരിപാടി നടക്കുള്ളൂ. ഇതാ ഈ ഒരു ലെവലിൽ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഇത് മുകളിൽ ഇത്ര ഹൈറ്റ് ആയിട്ടുണ്ട്. അവിടെ ചിമ്മിനി വരാനുള്ള കേട്ടോ. അപ്പോൾ ആ ചിമ്മിനി വരുമ്പോൾ അവിടെ ചിമ്മിനി വാർത്തിട്ടാണ്, ആ ഒരു മൂലക്കിലാണ് ചിമ്മിനി വരുന്നത്. വാർത്തിട്ടാണ് ബാക്കി അവിടെ പടവ് ചെയ്യുന്നത്. ഞാൻ മുകളിൽ കയറിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു കല്ലും എന്താ ചെയ്യുക വെച്ചാൽ പകുതി കയറ്റിട്ടുണ്ട്, പകുതി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മതിലിട്ടാനൊക്കെ എടുക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന കല്ലൊന്നും വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മൾ അടിയിലുള്ള ആ ഒരു സെറ്റപ്പ് മുകളിലേക്ക് കിട്ടിയില്ല കേട്ടോ കല്ല്. ചിമ്മിനിക്ക് വേണ്ടി ഒരു 1:40 ഹൈറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മൂല ചിമ്മിനി വാർത്ത്, അപ്പോൾ നാളെ വരും വാർക്കാൻ വേണ്ടി. വാർത്തിട്ട് ബാക്കി പടവ് ചെയ്യുള്ളതാണ്. ഇതാ ഇവിടെ മൊത്തമായിട്ട് ഗുരുവായിട്ടാണ് വരുന്നത്. ഇത്രയും ഹൈറ്റിൽ ഇഞ്ഞും പൊന്താളാട്ടോ. ഇത് പകുതി ആയിട്ടുള്ളതായിട്ട്, പകുതി കൂടി എത്തിയാൽ ലെൻറ്റിൽ വർക്കും അവിടുന്ന് ഫുള്ളായിട്ട് പൊന്താള. ഫുള്ള് ഇവിടെ കല്ല് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പടവ് ഫുള്ള് കഴിയുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ. അത് ഫുള്ള് ഫിനിഷ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. അപ്പോൾ നമുക്ക് മുകളിലൊന്ന് കയറി. ആ സിമെൻറ്റ് തൊട്ടാ രാംകോ ആണേ. ഇവിടെ ഫുള്ളായിട്ട് രാംകോൻ്റെ സിമെൻറ്റ് കൊണ്ടാണ് നമ്മൾ പടവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പോകാനുള്ള പരിപാടിയാണ്. നമ്മളെ ബിജു മേസ്തിരിയൊക്കെ മാറ്റി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളെ ഭായിമാരൊക്കെ എന്താ പറയുക മാറ്റിയിട്ട് റൂമിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ താഴത്ത് ഞങ്ങൾ ആദ്യം ചെയ്തതാണ്. ഇവിടെ നേരെ അങ്ങനെ പൊന്തുമ്പോൾ മെയിൻ സ്ലേവിൻ്റെ ആയിട്ട് അറിയുമ്പോൾ ഇതാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ പടവ് ചെയ്തിട്ടുള്ളത്. നമ്മൾ റാമ്പം കൂടെ കയറി നോക്കട്ടോ. കല്ല് കയറ്റൽ ഇവിടെ ഭയങ്കര ടാസ്ക് കേട്ടോ. കല്ല് കയറ്റി പറഞ്ഞാൽ കല്ല് കയറ്റിയിട്ടുണ്ട് ആവണില്ല. കാരണം അത്രയും വെയിറ്റ് കൂടുതൽ, മേപ്പാറല്ലേ, നല്ല കനമുള്ള കല്ലാണ്. ഭായിമാർ നല്ല കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാട്ടോ ഇവിടെയൊക്കെ എത്തിയിട്ടുള്ളത്. 2:30 ഹൈറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ. ഇതാ ഈ ഒരു ബാത്റൂമിൻ്റെ ഈ ഒരു കെട്ട്, അതുപോലെ തന്നെ ആ മൂല 2:30 ആക്കിയിട്ടുണ്ട്. അപ്പുറത്ത് 2:30 ആക്കിയിട്ടുണ്ട്. സാധാരണ 2:10 ഞങ്ങൾ ആക്കാറുള്ളത്. ഇവിടെ ഒരു കല്ലും കൂടി കൂട്ടിയിട്ട് 2:30. അതിലൊക്കെ നല്ല ഇടുപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. താഴത്ത് അതേപോലെ തന്നെ ഇത് അതേ ലെവൽ തന്നെ മുകളിലും. റൂം കേട്ടോ, കന്നിമൂലല്ലേ വലിയ റൂം. ഓക്കെ,
അപ്പോൾ നല്ല കല്ല് മാത്രമേ ഞങ്ങൾ ക്രൂവിന് വേണ്ടി എടുത്തിട്ട് ബാക്കി കുറച്ച് ഡാമേജ് ഉള്ളതൊക്കെ ഈ ബാക്ക് ഭാഗത്തേക്ക് സാധാ പടവ് വരുന്ന ഭാഗത്തേക്ക് ഒരുവിധം സ്ഥലത്തൊക്കെ ഗ്രൂവാണ് വരുന്നത്. ഇതാ ഇവിടെ ഈ ഒരു ചുമരൊക്കെ ഗ്രൂവാണ് വരുന്നത്. ഇതാണ് ആ നല്ല പാറ. പക്ഷേ ഇതെന്താ പ്രശ്നം വെച്ചാൽ അരുമൂലൊക്കെ പൊട്ടിയാണ് കല്ല്. എന്നാലും ഞങ്ങൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നല്ലത് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മളതിന് കുറച്ച് ഫിനിഷിങ് പണി ഉണ്ടല്ലോ, കാവ്യൊക്കെ തേച്ച് ലെവലാക്കി എടുക്കുമല്ലോ, ആ സമയത്ത് ബാക്കി ക്ലിയറൊക്കെ. ഇതാണ് കല്ലിൻ്റെ അവസ്ഥ. പല ഫുള്ള് കല്ല് അടിയിലുള്ള പഴയ ബാക്കിയുള്ള കല്ലുകളൊക്കെ അങ്ങോട്ട് കയറ്റി. അപ്പോൾ പല കോറിയിൽ നിന്ന് വരുന്ന പല സൈസുള്ള കല്ലായതുകൊണ്ട് ഫുള്ള് തെരഞ്ഞ് അവിടെ പഠിക്കുന്നത്. ഹൈറ്റും വീതിയും നീളമൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പടവ് ചെയ്യണത്. അപ്പോൾ കല്ലിൻ്റെ ഒരു വിഷയമാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ കല്ല് ഭയങ്കര ടൈറ്റാന്ന് പറഞ്ഞു. കണ്ണൂർ എന്തോ പ്രശ്നങ്ങളുണ്ട് കോറിയിൽ. പണയിലൊക്കെ കല്ലെടുക്കൽ കുറച്ച് കുറവാണ്, വണ്ടിക്കാർ കൂടുതലാണെന്നൊക്കെ പറഞ്ഞു വണ്ടിക്കാർ. അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് ഇത്. അവിടെ അതായത് ഇതൊക്കെ ഫുള്ളായിട്ട് മുകളിൽ വരെ മെയിൻസിലേ വരെ ഇങ്ങനെ തന്നെ പൊന്താളോ കേട്ടോ. അപ്പോൾ നമ്മളെ ഭായിമാരൊക്കെ കാന വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5-6 മണിയാകുമ്പോഴേക്കും ഒരു ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട്. സംഭവേ ഇതാ ഇവിടെ ഒരു 10-15 കല്ലും കൂടി വെച്ചാൽ തൽക്കാലം ഞങ്ങൾ ഇവിടുന്ന് പോകും കേട്ടോ. ഫുള്ള് ഹൈറ്റായിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റേജൊക്കെ ഞങ്ങൾ ഈ രീതിയിലാട്ടോ സെറ്റാക്കിയത്. ഇവിടെ ഒരു 2 ലെയറായിട്ടാണ് സ്റ്റേജ് ഇട്ടത്. നമ്മളെ കമ്പിയൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കിന് കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്. അവിടെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിയിൽ ചെയ്ത് അതേ ലെവലിൽ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേ ഏകദേശം അടിയത്തെ അത്ര നല്ല കല്ലല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ ഒരു ചുമരൊക്കെ അതിൽ അത്യാവശ്യം നല്ല കല്ല് കയറുന്നുണ്ട് കേട്ടോ. അടിയത്തെ അതേപോലെ തന്നെ അത്യാവശ്യം വലിയ ചുമരായതുകൊണ്ട് കുറേ നീളത്തിൽ ഒരുപാട് കല്ലുകൾ കയറുന്നൊരു വലിയൊരു ചുമരാണ് ഈ ഒരു ചുമര വരുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ സാധാ കെട്ടുകൾ തന്നെ. ഇവിടെയൊക്കെ ഈ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ 2:30 2:10 കേട്ടോ 2:30 ലിൻഡലായിട്ട് ആക്കിയതിൻ്റെ ശേഷം ഞങ്ങൾ ഇവിടുന്ന് തൽക്കാലം വിട പറയാൻ വേണ്ടി പോവുകയാണ്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ലിൻഡലും ഒക്കെ വാർത്തിട്ട് ഈ ഭാഗം ലിൻഡൽ വാർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരാം. ഈ ഭാഗം 3 വരെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം കോൺക്രീറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഉടൻ തന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ തൽക്കാലം ഒന്ന് വിട പറയട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം, താങ്ക് യു. റൂമിലൊന്നും എവിടെയും കല്ല് വേസ്റ്റായി കിടക്കണില്ല. അല്ലെങ്കിൽ ഞങ്ങൾ മഴ കൊണ്ടൊക്കെയാണ് മുറിക്കണമെന്നുണ്ടെങ്കിൽ റൂമിലൊക്കെ ഒരുപാട് കല്ലിൻ്റെ പീസുകൾ കാണാൻ പറ്റും. ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഒരു മേന്മയാണ് കേട്ടോ. ഇത് നമ്മൾ പൊളിപ്പീസ് നമുക്ക് ആവശ്യം വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഈ ഇത്രയും ചെറിയ പൊളിയൊക്കെ നമ്മൾ കട്ട് ചെയ്തുണ്ടാക്കിയാണ്.